അതിന്റെ ഫയൽ പുനർജനിത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത്. നിങ്ങളിതൊന്ന് അറിയണം. 2020 ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിൽ ഒരു ആരോപണം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷണം നടത്തി. വിജിലൻസ് അന്വേഷണം നടത്തി എൻ്റെ ആവശ്യമായിരുന്നു, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെൻറ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പരാതി ആയിട്ട് ഒരാൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് ആ പരാതി തള്ളി. രണ്ടാമത് അതിന് അപ്പീലായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതി. അത് ആ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേട്ടോളാം. പിന്നീടാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് 2023 നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസ് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു പരാതി വാങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിജിലൻസ് റിപ്പോർട്ടാണ് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. The enquiry so far could not reveal any evidence and also the allegations could not sustain in evidence. ഇത് ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ളതല്ല, 7/9/2024 റിപ്പോർട്ടാണ്. ഇനി വീണ്ടും അതിൽ വിജിലൻസ് നടത്തിയ റിപ്പോർട്ടിൽ 2 വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അതായത് PC ആക്ട് എനിക്കെതിരെ ഈ അലിഗേഷൻ അന്വേഷിച്ചതിൽ നിൽക്കില്ല എന്ന് ഒരു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, തീർക്കരുതല്ലേ, FCRI വയലേഷൻ നടത്തിയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ വിജിലൻസ് രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ രണ്ടാമത് FCRI അന്വേഷണം നടത്തി. FCRI നിലനിൽക്കില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വയനാട് ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CBI അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ, ഞാൻ പേടിച്ചു പോയി. ഉടനെ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. CBI അന്വേഷണം ഇതിനകത്ത് നിലനിൽക്കുക, കാരണം വിജിലൻസിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കേസിൽ CBI അന്വേഷണം നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശം ഗവൺമെൻറ്റിന് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നിന്നിട്ട് ഇത് തീർക്കാതെ, എന്നുവെച്ചാൽ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ട് ഇത് തീർക്കാതെ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 26/5/2026 ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് എന്താ? ആസ് സ്റ്റേറ്റഡ് ഏർലിയർ, ദർ ഈസ് നോ വിജിലൻസ് ആംഗിൾ റിവീൽഡ് ഇൻ ദ കേസ് ആൻഡ് സോ നോ ആക്ഷൻ ഈസ് ഡ്യൂ ഫ്രം ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദിസ് റിഗാർഡ്. ഹെൻസ് ഫർദർ ആക്ഷൻ ഇൻ ദിസ് റിഗാർഡ് മേ ബി ഡ്രോപ്ഡ് എന്ന്. അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറയുണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. ആയിരുന്നല്ലോ, ക്ലിയറായില്ലേ ഇപ്പോൾ? കാരണം ഞാനന്ന് പറഞ്ഞില്ല, ഞാനന്ന് ഒരിക്കലും ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഞാൻ പറയില്ല. ഒരു ആരോപണം വന്നതാണ് എന്നായിരുന്നു എൻ്റെ വാക്ക്. എല്ലാവരും പറയും ഇത് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് എല്ലാവരും പറയും. ഞാൻ പറഞ്ഞു അന്ന് ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഒരു ആരോപണം വന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞു അന്വേഷിക്കാൻ. വിജിലൻസ് പറഞ്ഞപ്പോൾ വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു, CBI പറഞ്ഞപ്പോൾ CBI അന്വേഷിക്കും. അതൊക്കെ അവിടെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വിജിലൻസിന് കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, അവിടെ എത്ര വീട് വെച്ചിട്ടുണ്ട്, ആ വീടിലെ അഡ്രസ്സ്, അവരുടെ അഡ്രസ്സ്, എത്ര വീട് വെച്ചിട്ടുണ്ട്,
എത്ര പേർക്ക് അവിടെ ധനസഹായം കൊടുത്തിട്ടുണ്ട്? ഈ കടക്കാർക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2018 ഒന്നും കൊടുത്തില്ല. ഞാൻ 1600 കടകൾക്കാണ് അവിടെ നഷ്ടപരിഹാരം കൊടുത്തത്. കാലിത്തീറ്റ വരെ കൊടുത്തു, 50 ടൺ കാലിത്തീറ്റ വരെ കൊടുത്തു. അത് ഓരോ സ്പോൺസർഷിപ്പാണ്. ഈ പുനർജനിക്ക് ഇവിടെ മോഡൽ എന്ന് പറയുന്നത്, ഞാനതുകൊണ്ടാണ് അന്ന് ധൈര്യമായിട്ട് അസംബ്ലി പറഞ്ഞത് ഇത് നല്ല മോഡലാണെന്ന് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഒരു അക്കൗണ്ടും ഇല്ല. ഉദാഹരണത്തിന് വീട് വയ്ക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ ബെനഫിഷ്യറിയെ പറഞ്ഞു കൊടുക്കും, അവർക്ക് വീട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കൽ കോൺട്രാക്ടേഴ്സിൻ്റെ പാനലുണ്ട്, അവർക്ക് ആദ്യം 2 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ അവർ പണിയും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്ത 2 ലക്ഷം രൂപ കൊടുക്കും, പിന്നെ ബാക്കി പൈസ കൊടുക്കും. അങ്ങനെയാണ് വീട് പണി പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ തയ്യൽ മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ധാരണ ഉണ്ടാക്കി. അവർ പറഞ്ഞു ഇത് ഫ്ലഡിൻ്റെ റിലീഫാണ്, 100 തയ്യൽ മെഷീൻ ഞങ്ങൾക്ക് പൈസ തന്നാൽ ഞങ്ങൾ 110 എണ്ണം കൊടുക്കാമെന്ന്. അപ്പോൾ പല സ്ഥാപനങ്ങളും വന്ന്, റോട്ടറി ക്ലബ്ബുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ വന്ന് 100 എണ്ണത്തിൻ്റെ പൈസ അവിടെ അടയ്ക്കും കമ്പനിയിൽ. ഞങ്ങൾ ബെനഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് കാണിക്കും. എന്നിട്ട് ഈ ഡോണറിൻ്റെ സാന്നിധ്യത്തിൽ ഈ 110 പേർക്ക് ഞങ്ങളിത് കൊടുക്കും. അങ്ങനെയാണ് 1200 പേർക്ക് തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുത്തു, കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം അതാണ്. ഇത് ഒരു മോഡലായിട്ടാണ് ചെയ്തത്. മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുകയും ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏജൻസികളുടെ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ ഗൈഡൻസ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLA ചെയ്ത പ്രോജക്റ്റ്. എനിക്ക് അതിൻ്റെ അകത്ത് അഭിമാനമുണ്ട്.